ഇത് ഗോൾഡിൻ്റെ ചാർട്ടാണ്. കഴിഞ്ഞ 1-2 ആഴ്ചയിലെ വാല്യൂ ഏരിയാസ് നമുക്ക് കാണാൻ പറ്റും. ഒരു ദിവസം പോലും ഇത് ഒരേ സ്ഥലത്ത് നിന്നിട്ടില്ല. വാല്യൂ ഏരിയാസ് ചേഞ്ച് ആയിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട്, ഷിഫ്റ്റ് ആയിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ഓരോ ദിവസവും വാല്യൂ മാറുന്നുണ്ട്. മുകളിലേക്ക്, താഴേക്ക്, വീണ്ടും മുകളിലേക്ക്. ഇത് റാൻഡം ആണോ, അതോ മാർക്കറ്റ് ഇതിലൂടെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇന്ന് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ മൂവ്മെൻറ്റിന് ഒരു പേരുണ്ട്, വാല്യൂ മൈഗ്രേഷൻ. നാളെ ഗോൾഡ് എവിടേക്ക് പോകും എന്നതിനെക്കുറിച്ച്, ഡയറക്ഷനെക്കുറിച്ച് ഒരു റിയൽ ക്ലൂ കിട്ടും നമുക്കിതിലൂടെ. എന്താണ് വാല്യൂ ഏരിയ, എന്താണ് ഈ വാല്യൂ ഏരിയാസിൽ ഈ കാണുന്ന ലൈൻസ് ഒക്കെ എന്താണെന്ന് ഒരു ക്വിക്ക് റീക്യാപ്പ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, വാല്യൂ ഏരിയ എന്നാൽ മാർക്കറ്റ് അധികം സമയം ട്രേഡ് ചെയ്തൊരു സോണാണ്. ഇതാണ് വാല്യൂ ഏരിയ. ഈ കാണുന്ന ഓരോ ഡയറക്ഷനാണ് വാല്യൂ ഏരിയ. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാല്യൂ ഏരിയ എന്നാൽ മാർക്കറ്റ് അധികം സമയം ട്രേഡ് ചെയ്യുന്നൊരു സോണാണ്. അതിനിടയിൽ നമ്മൾ കാണുന്ന പി ഒ സി അതിൻ്റെ ഏറ്റവും കൂടുതൽ വോള്യൂം ഉള്ളൊരു പോയിന്റും. ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്ന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ഈ സോൺ എങ്ങനെ, എന്തുകൊണ്ട് ചേഞ്ച് ആവുന്നു, എന്തുകൊണ്ട് മേലോട്ടോ താഴോട്ടോ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് നോക്കാം. ഓരോ ദിവസവും മാർക്കറ്റ് പുതിയ വാല്യൂ ഏരിയാസ്, പുതിയതായിട്ടുള്ള വാല്യൂ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മാർക്കറ്റിൽ. ഇന്നലത്തെ വാല്യൂ എന്താണോ അത് ഇന്നത്തേക്ക് ബാധകമല്ല. അത് വീണ്ടും ഫ്രഷ് ആയിട്ടൊരു പുതിയ വാല്യൂ ബിൽഡ് ചെയ്യും. ഈ പുതിയ വാല്യൂ പഴയതിനെ അപേക്ഷിച്ച് മേലോട്ടോ താഴോട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഇൻസൈഡായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടോ വ്യത്യാസം ഉണ്ടാവും. വാല്യൂ ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എങ്ങോട്ടൊക്കെ ചെയ്യാം? വാല്യൂ ഏരിയ മേലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. എന്താ, ഇതുപോലെ മേലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഇവിടെ ഉണ്ടായിരുന്ന വാല്യൂ ഏരിയ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, മേലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു കണ്ടെത്തിയ മാർക്കറ്റ് പ്രീവിയസ്ലി കണ്ടെത്തിയ വാല്യൂ ഏരിയയുടെ അകത്ത് തന്നെ വേറൊരു വാല്യൂ ഏരിയ കണ്ടെത്താം. അല്ലെങ്കിൽ ഇത് നേരത്തെ കണ്ട പോലെ, എക്സാമ്പിൾ കണ്ട പോലെ മേലോട്ട് കണ്ടുപിടിക്കാം. ഇത് നോക്കാം, മേലോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴോട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വാല്യൂ ഏരിയ കമ്പയർ ചെയ്ത്, ഈ ദിവസം കണ്ടുപിടിച്ച വാല്യൂ ഏരിയ കമ്പയർ ചെയ്തിട്ട് ഈ ദിവസം വാല്യൂ ഏരിയ താഴോട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് മാർക്കറ്റ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ഡയറക്ഷൻ തന്നിട്ടില്ല. ഈ നേരത്തെ പ്രീവിയസ്ലി കണ്ടുപിടിച്ച വാല്യൂ ഏരിയയുടെ ഈ പകുതി ഇൻസൈഡ് ഉണ്ട്, ആൻഡ് എന്നാൽ തൊട്ട് കുറച്ച് താഴെ ഓവർലാപ്പ് ചെയ്ത് താഴോട്ടും പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടെത്താം, ഇത് ഇവിടെ ഓവർലാപ്പ് ചെയ്ത് മേലോട്ടും പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ പോവാം? മേലോട്ട് ഷിഫ്റ്റ് ചെയ്യാം, വാല്യൂ ഏരിയ മേലോട്ട് മൈഗ്രേറ്റ് ചെയ്യാം, താഴോട്ട് മൈഗ്രേറ്റ് ചെയ്യാം, ഓവർലാപ്പ് ചെയ്ത് നിൽക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഇൻസൈഡ് ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ പ്രോപ്പർലി കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആയിട്ട് വാല്യൂ ഏരിയ മറ്റൊരു ദിവസം കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ്, ഇത്ര വലിയ ഈ ഒരു വാല്യൂ ഏരിയ കമ്പയർ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡും പോകാം. അപ്പോൾ ഹയർ ഷിഫ്റ്റ് ഉണ്ട്, ഡൗൺവേർഡ് ഷിഫ്റ്റ് ഉണ്ട്, ഓവർലാപ്പിംഗ് ഹയർ ഉണ്ട്, ഓവർലാപ്പിംഗ് ലോവർ ഉണ്ട്, ഇൻസൈഡ് ഉണ്ട്, ഔട്ട്സൈഡ് ഉണ്ട്. എന്താണ് വാല്യൂ ഏരിയ ഹയറിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ മാർക്കറ്റ് മീൻ ചെയ്തത് എന്ന് വെച്ചാൽ, ഈ ഒരു ദിവസം മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വാല്യൂ കണ്ടെത്തിയിട്ടുണ്ട്. ആൻഡ് അത് എന്തുകൊണ്ട് മേലോട്ട് ഷിഫ്റ്റ് ചെയ്തു? മേലോട്ട് ഷിഫ്റ്റ് ചെയ്തെങ്കിൽ അതിനർത്ഥം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയ VAH എന്ന് പറയുന്നത്, VAH, POC, VAL ഇതെന്താണെന്ന് പ്രീവിയസ്ലി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം, ഈ വീഡിയോ കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാം, ഈ ഒരു എക്സ്പെൻസീവ് ഏരിയനെ ഇനീഷ്യേറ്റീവ് ബയേഴ്സ് വന്നിട്ട്, എവറിത്തിങ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഇനീഷ്യേറ്റീവ് ബയേഴ്സ് വന്നിട്ട് പുഷ് ചെയ്ത് മേലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ആൻഡ് ഇനീഷ്യേറ്റീവ് ബയേഴ്സ് ഒരു ബൈയിങ് സ്ട്രെങ്ത് കാണിച്ചിട്ടുണ്ട് ഇവിടെ. ആ ബൈയിങ് സ്ട്രെങ്ത് ഉള്ളതുകൊണ്ടാണ് മേലോട്ട് ഷിഫ്റ്റ് ചെയ്ത്. സോ വാല്യൂ ഏരിയ മൈഗ്രേറ്റ് മേലോട്ട് ഹയറിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു എങ്കിൽ മാർക്കറ്റ് പുതിയ പ്രൈസിൽ ട്രേഡ് ചെയ്യാൻ, പുതിയ പ്രൈസിൽ ബയേഴ്സ് ബൈ ചെയ്യാൻ തയ്യാറാണ് എന്നതാണ് അർത്ഥം. അടുത്ത ദിവസം നോക്കുകയാണെങ്കിൽ വാല്യൂ ഏരിയ നേരത്തെ കണ്ടുപിടിച്ച വാല്യൂ ഏരിയയുടെ അകത്തിലാണ്, ഇൻസൈഡാണ് വാല്യൂ ഏരിയ കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു പ്രോപ്പർ ഡയറക്ഷൻ ഇല്ല, ഒരു ബാലൻസ്ഡ് മാർക്കറ്റ് നമുക്ക് പറയാം. ബാലൻസ്ഡ് മാർക്കറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഇൻസൈഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഒരു പ്രോപ്പർ ഡയറക്ഷൻ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ബയേഴ്സ് സ്ട്രെങ്തൻ ആയിരുന്ന പ്രൈസിൽ തന്നെ സെല്ലിങ് നടന്നിട്ടുണ്ട്, ബൈയിങ് നടന്നിട്ടുണ്ട്, സെല്ലിങ് നടന്നിട്ടുണ്ട്, ബൈയിങ് നടന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ദിവസം ഈ ഒരു എക്സ്ട്രീം, അപ്പർ എക്സ്ട്രീമോ ലോവർ എക്സ്ട്രീമോ എന്ന് വെച്ചാൽ ബയേഴ്സ് മേലോട്ട് ഷിഫ്റ്റ് ചെയ്യണോ സെല്ലേഴ്സ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യണോ, ഈ ഒരു ദിവസം നടന്നിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസൈഡ് ഡേ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഡേൻ്റെ വാല്യൂ എവിടെയാണോ അതിനകത്ത് തന്നെ അടുത്ത ദിവസവും വാല്യൂ ട്രേഡ് ചെയ്തു. 70% ബിസിനസ്സും അടുത്ത ദിവസവും അവിടെ നടന്നു. അതുപോലെ ഈ ഏരിയ, അതുപോലെ ഇവിടെ മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ലോവർ സൈഡിലോട്ടാണ് വാല്യൂ ഏരിയ. ഈ വാല്യൂ ഏരിയനെ കമ്പയർ ചെയ്തിട്ട് ഈ വാല്യൂ ഏരിയ ലോവർ സൈഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിംഗ് സ്ട്രെങ്ത് കാണിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഈ ഒരു ഏരിയ ബയേഴ്സ് ഷിഫ്റ്റ് ചെയ്ത്, ബയേഴ്സ് മേലോട്ട് ഹയർലി മൈഗ്രേറ്റ് ചെയ്തു വാല്യൂ ഏരിയ, പിന്നെയും ഹയർലി മൈഗ്രേറ്റ് ചെയ്തു.
ആൻഡ് അഗെയിൻ ഇവിടെ നിന്ന് നോക്കി ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു എക്സസ് കാണാം. എക്സസ് എന്താണെന്ന് ഞാനൊരു പ്രോപ്പർ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നത്. എക്സസ് കാണാം. ആൻഡ് എക്സസ് വന്ന് റിജക്റ്റ് ചെയ്തിട്ട് സെല്ലേഴ്സ് തന്നെയാണ് ഇനി സ്ട്രോങ്. ഇനി കൂടുതൽ ഈ ഒരു പ്രൈസിന് മേലോട്ട് ബൈ ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന രീതിയിൽ ബയേഴ്സ് അക്സെപ്റ്റ് ചെയ്തു. ആൻഡ് അഗെയിൻ സെല്ലേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. സെല്ലേഴ്സ് താഴോട്ട് കൊണ്ടുവന്നു ആ ദിവസം. സെല്ലേഴ്സ് ആയിരുന്നു ആ മാർക്കറ്റിൽ സ്ട്രോങ്, ഈ ഒരു ദിവസം സ്ട്രോങ്. ആൻഡ് സെല്ലേഴ്സ് വാല്യൂ ഏരിയ താഴോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതുപോലെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ഏരിയാസ് നോക്കാം. ഇത് ഈ ഒരു വാല്യൂ ഏരിയ കമ്പയർ ചെയ്തിട്ട് ഈ വാല്യൂ ഏരിയ ഓവർലാപ്പാണ്. അതുപോലെ ഈ വാല്യൂ ഏരിയ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇത് നോക്കൂ, ഇതും ഓവർലാപ്പ് ചെയ്ത് താഴോട്ട്. ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഓവർലാപ്പ്, ഈ ഒരു വാല്യൂ ഏരിയ കമ്പയർ ചെയ്തിട്ട് ഈ ഒരു വാല്യൂ ഏരിയ ഓവർലാപ്പിംഗ് ഹയർ ആണെന്ന് പറയാം. ഹയർ സൈഡിലോട്ടാണ് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ ഈ ഒരു വാല്യൂ ഏരിയ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു വാല്യൂ ഏരിയനെ കമ്പയർ ചെയ്യുന്നത് ഓവർലാപ്പിംഗ് ലോവർ സൈഡാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു 2 മിനിറ്റ് മുന്നിൽ നിന്ന് വീഡിയോ ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഇത് ഈസിയാണ്. സോ നമുക്ക് വാല്യൂ ഏരിയ ഷിഫ്റ്റ് ചെയ്യുന്നത് മനസ്സിലാവും. വാല്യൂ ഏരിയ ഷിഫ്റ്റ് ചെയ്യുന്നതിലൂടെ ബയേഴ്സ് ആണോ സ്ട്രെങ്ത്ത്, സെല്ലേഴ്സ് ആണോ സ്ട്രെങ്ത്ത്, അല്ലെങ്കിൽ ബാലൻസിങ് മാർക്കറ്റ് ആണോ എന്ന് പറയാൻ പറ്റും. അപ്പോൾ വാല്യൂ ഏരിയ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഹയറിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബയ്യിങ് സ്ട്രെങ്ത്ത് കാണിച്ചു, താഴോട്ട് മൈഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് സ്ട്രെങ്ത്ത് കാണിച്ചു. അല്ലെങ്കിൽ ഇതുപോലെ ഇൻസൈഡ് വാല്യൂ ഏരിയയാണ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ അതൊരു ബാലൻസ്ഡ് മാർക്കറ്റാണ്. ബാലൻസ് മാർക്കറ്റ് വീണ്ടും പഴയൊരു ഏരിയ ടെസ്റ്റ് ചെയ്ത് എക്സ്പ്ലോർഡ് ചെയ്യാനുള്ള ചാൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേലോട്ടോ താഴോട്ടോ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ബാലൻസ് മാർക്കറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. ബാലൻസ് മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലായി. അതുപോലെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ ഇല്ല. പക്ഷേ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർലാപ്പ് ചെയ്ത് സ്ലൈറ്റ്ലി സെല്ലേഴ്സാണ് ഇവിടെ ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ സെല്ലിംഗ് ഡൊമിനേഷൻ ഉണ്ട്. പക്ഷേ എന്നാൽ തന്നെ ഇതിനുള്ളിൽ ബയേഴ്സും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു വാല്യൂ ഏരിയ കണ്ടു കഴിഞ്ഞാൽ അത് ക്യാൻഡിലോട്ട് നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആ ഒരു ദിവസം നോക്കൂ, സത്യത്തിൽ സെല്ലേഴ്സ് ആയിരുന്നു ആദ്യം അഗ്രസീവ്ലി പുഷ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ടാണ് വാല്യൂ ഏരിയ നോക്കുമ്പോൾ സെല്ലേഴ്സ് ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നത്. പക്ഷേ പ്രൈസ് ആക്ഷനും അതേപോലെ നോക്കി കഴിഞ്ഞാൽ ബയേഴ്സും അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ സെല്ലേഴ്സും ഉണ്ട്, ബയേഴ്സും ഉണ്ട്. അതുകൊണ്ട് അവിടെ ഒരു പ്രോപ്പർ നമുക്കൊരു ഡയറക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് വാല്യൂ ഏരിയ ഓവർലാപ്പിംഗ് ലോവറിലായി വന്ന് നിൽക്കുന്നത്. ഇവിടെ ഓവർലാപ്പിംഗ് ഹയർ ആണ്. ബൈയിങ് സ്ട്രെങ്ത് ഉണ്ട്. ഇവിടെ ബൈയിങ് ഓർഡേഴ്സ് ആണ് ഇവിടെ ഫില്ല് ചെയ്ത് ബൈയിങ് ഓർഡേഴ്സ് ഉണ്ട്. അതുപോലെ ഇതിനുള്ളിൽ സെല്ലിംഗ് ഓർഡേഴ്സും ബൈയിങ് ഓർഡേഴ്സും ഉള്ളതുകൊണ്ടാണ് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നത്. ഒരു പ്രോപ്പർ ഡയറക്ഷൻ ഇല്ല. ഈ വാല്യൂ ഏരിയാസ് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഇനീഷ്യേറ്റീവ് ആൻഡ് റെസ്പോൺസീവ് ട്രേഡിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യേറ്റീവ് ആൻഡ് റെസ്പോൺസീവ് ഉപയോഗിച്ചിട്ട് വാല്യൂ ഏരിയാസിന് അകത്തോട്ടാണോ പോകുന്നത്, പുറത്തോട്ടാണോ പോകുന്നത്, അതോ ഇനി അകത്തോട്ടേക്കാണോ വരാനുള്ളത്, പുറത്തോട്ടേക്കാണോ പോകാനുള്ളത് എന്നത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ വാല്യൂ ഏരിയാസ് വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ വാല്യൂ ഏരിയാസ് മാറുന്നത് റാൻഡം അല്ല. അത് മാർക്കറ്റ് നിങ്ങളോട് അതിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് പറഞ്ഞു തരാണെന്ന് മനസ്സിലായി. ഇത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ എന്താണ് ഇനീഷ്യേറ്റീവ് ആക്ടിവിറ്റി, റെസ്പോൺസീവ് ആക്ടിവിറ്റി എന്നത് നിങ്ങൾക്ക് അറിയണം. അത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും.